കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈനേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ അച്ചു എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തെന്ന് പല ആളുകളും പറയുന്നു. ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചത്? അല്ല. ഇപ്പൊ ഇന്നലെ കൺമണി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. കമന്റിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഒരിക്കലും വീഡിയോസിനെ റിയാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒലിവിയയിൽ ജോലി ചെയ്ത് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നുള്ളത്. കൃത്യമായി അവർ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒലിവിയ ഡിസൈനേഴ്സിന്റെ ഓഫ് ലൈൻ, അതായത് ഷോപ്പിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ളൂ, അവിടെ 2 ദിവസം നിന്നിട്ടുള്ളൂ. അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഒന്നും വൃത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. ആ ചോദ്യത്തിന്റെ അടിയിൽ അവർ ജീവിതത്തിൽ ഇത്ര അധികം കമന്റുകൾ ഒറ്റയടിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അത്രയും കമന്റുകൾ വരുന്നത് നെഗറ്റീവായിട്ടാണ്. ആ നെഗറ്റീവ് കമന്റുകൾ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഇവരിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ കമന്റ് ഇട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആ കമന്റുകൾ ഇവര് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഇറ്റ്സ് മീ കൈസും അതുൽ വ്ലോഗൊക്കെ. അപ്പോൾ അവരുടെ കയ്യിലേക്ക് അത് ഇട്ടുകൊടുത്തു. എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾ റിക്വസ്റ്റ് ചെയ്യാനാണ്. ഇതിനെ കുറിച്ചിട്ട് ചോദിച്ച ചോദ്യം ഇതാണല്ലോ, എന്താണ് അഭിപ്രായം എന്നല്ലേ. ആ അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് അലിഗേഷൻസ് ആണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കൺമണിക്ക് അത്തരം വീഡിയോസ് ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഇട്ടുകൊടുത്തു. ഈ ഒരു വാദത്തെയാണ് ഒരു പക്ഷേ ഒലിവിയയുടെ അച്ചു പറയുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ ഇത്രയും ആളുകൾക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളെ എങ്ങനെ നാണം കെടുത്തിയത് എന്നാണ് അച്ചു ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അച്ചുവിന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാനും പറയുന്നത്. കൺമണിയെ നിരന്തരമായിട്ട് ആളുകൾ കമന്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും ആളുകൾ ഇത് അറിയിച്ചപ്പോ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് ആളുകൾക്ക് ഇട്ടുകൊടുത്തു. അവരത് കൃത്യമായിട്ട് എത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇപ്പോൾ ഈ ഒരു വിഷയം ഇത്രയും രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നതും ഇതിന്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നു എന്ന് അറിയുന്നതും അല്ലെ. നമ്മൾ അത് തന്നെയാണ് ഇത്രയും ദിവസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടികൾക്ക് കിട്ടേണ്ട നീതി അത് കിട്ടുക. ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ കിട്ടാനുണ്ട്, കുറച്ച് ആളുകൾക്ക് മാത്രം പണം കിട്ടാനുണ്ട് എന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ അത് കൺമണിയെയും ബാധിക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു കുട്ടികൾക്ക് നീതി കിട്ടട്ടെ എന്ന് അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് അത് കുറച്ച് ആളുകളിലേക്ക് കൊടുക്കുന്നു, യൂട്യൂബേഴ്സിന് കൊടുക്കുന്നു. യൂട്യൂബേഴ്സ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാൻ തുടങ്ങിയ പിറ്റേ ദിവസം മുതൽ പിന്നെ കൺമണിക്കവിടെ പങ്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുൽ വ്ലോഗിനെയൊക്കെ നിരന്തരമായിട്ട് പെൺകുട്ടികൾ ഇത്തരം വോയിസ് മെസ്സേജുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സിബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരും പിന്നെ അതോട് മുന്നോട്ട് പോയി. പിന്നെ ഇത് കൺമണിയുടെ കയ്യിൽ നിന്ന് പോയി. കാരണം പിന്നീട് ഇത് ചർച്ച ചെയ്യുന്നത് ഇറ്റ്സ് മീ കൈസ്, അതായത് അതുൽ വ്ലോഗ്, പിന്നെ ഞാൻ ഉണ്ട്, പിന്നെ കുറെ ആളുകളുണ്ട്. അപ്പൊ അവരിതിങ്ങനെ പതുക്കെ ഇതിന്റെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് നേരിട്ടിട്ടല്ല ആരും ഈ മെസ്സേജുകൾ അയച്ചിട്ടുള്ളത്. എനിക്ക് എന്റെ സുഹൃത്ത് വഴി, അതായത് അതുൽ വ്ലോഗിനൊക്കെ കിട്ടുന്ന വീഡിയോ അത്ര തന്നെയുള്ളൂ ഞാനും ചെയ്തിട്ടുള്ളത്. അവര് കൃത്യമായിട്ട് തന്നെയാണ് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നതും. കൃത്യമായിട്ട് സിബിയുടെ അലിഗേഷൻ, സിബിയെ കുറിച്ചുള്ള കുറച്ച് മോശം അഭിപ്രായങ്ങൾ പെൺകുട്ടികൾ പറയുന്നു. ശബ്ദ സന്ദേശത്തോടു കൂടി അത് കിട്ടുന്നു, അവരത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ അടൂര് പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലുള്ള കേസും ഇപ്പൊ ഒലിവിയ ഡിസൈനേഴ്സിനെ കുറിച്ചിട്ട് ഇല്ല എന്നൊക്കെ ഒരാള് വീഡിയോയിൽ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അതെന്തുകൊണ്ട് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇത്ര അധികം പെൺകുട്ടികൾ കൺമണിയുടെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തെങ്കിൽ അത്രയും പെൺകുട്ടികൾ എവിടെ പോയി എന്നുള്ളതാണ്. അവർക്ക് ഉണ്ടായ അലിഗേഷൻസിനെതിരെ ലേബർ ഓഫീസുകളിൽ പോകാം, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പോകാം. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൺമണിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒലിവിയ ഡിസൈനേഴ്സിന്റെ അച്ചു കഴിഞ്ഞ ദിവസം മേക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് കരഞ്ഞ് മെഴുകിയിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ അവർ കരയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, എന്തോ ആകട്ടെ. എന്തായാലും വീഡിയോ പിടിച്ചു കൊടുക്കുന്നത് സിബിയാണ്. സിബി തന്നെയാണ് പിറകിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട. അപ്പൊ അവർക്കുണ്ടായ ഒരു മനോവിഷമത്തെ കുറിച്ച് അവർ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് നിരന്തരമായിട്ട് മെസ്സേജുകൾ അയച്ച് അവരെ ശല്യം ചെയ്യുന്നവരാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ഇവരെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പിന്നെ അവർ ഇന്നോ ഇന്നലെയോ ഓഫ് ആക്കിയതല്ല, അവരുടെ കമന്റ് ബോക്സ് എന്ന് എന്റെ കമന്റുകളിൽ വരുന്നുണ്ട്. അതായത് അവർ തുടക്കം മുതലേ കമന്റ് ബോക്സുകൾ ഓഫാണ് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഡക്റ്റ് വാങ്ങിയ ആളുകൾക്ക് അത് പുറം ലോകത്തേക്ക് അത് നല്ലതാണോ ചീത്തതാണോ, വില കൂടുതലാണോ വില കുറവാണോ, അങ്ങനെ പല അഭിപ്രായങ്ങളും കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ പുതിയ ബിസിനസ്സും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇത്രയും കാലം അവർ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് എങ്കിൽ അതിലും ഒരു ഊളത്തരമില്ലേ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ബിസിനസ് ആണ് അല്ലേ.
ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കിയാണ് പോവാ. ഇന്നെ തെറി വിളിക്കുന്നവരുണ്ടാവും, എന്നെ നല്ലത് പറയുന്നവരുണ്ടാവും, ഇതൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നവരും ഉണ്ടാവും. അപ്പൊ അവരെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല. കാരണം നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ടാണോ അല്ലയോ എന്ന് പരിശോധിക്കുക, അത് പറയുക എന്നുള്ളത്. അപ്പൊ കൺമണി കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കമന്റ് ഇടുന്നത്. കമന്റിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല, അതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു. ഇവരും സോഷ്യൽ മീഡിയയിൽ 10-25,000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, അല്ലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആള്, അവർ വീഡിയോ ഇട്ടാലും ഇത് വൈറലാവൊക്കെ ചെയ്യും. പക്ഷെ അവര് ഒറ്റ വീഡിയോയെ പറഞ്ഞിട്ടുള്ളൂ, ലാസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്കിത് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് വന്ന് കമന്റുകൾ ഇട്ടപ്പോൾ, ഇത്രയും കുട്ടികൾ നിരന്തരമായി മെസ്സേജുകൾ ഇട്ടപ്പോൾ ഞാനത് ഇത് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തത്. അവരത് കൃത്യമായി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നു. പക്ഷെ 500 പെൺകുട്ടികൾ വന്നിരുന്നെങ്കിൽ ഇപ്പൊ അത് 10-20 ചുരുങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കൺമണി അവിടെ പോയിട്ട് തെറി വിളിച്ചിട്ടില്ല, കൂവി വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ആ വീഡിയോസ് ഒക്കെ കണ്ട ആളാണ്. ഞാനും ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ പകരം ഒലിവിയ ഡിസൈൻസിന്റെ പെൺകുട്ടികൾ അതിന്റെ അകത്ത് നിന്ന് പൂക്കി വിളിച്ചതും ഞാൻ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക്, അതായത് അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാമായിരുന്നു. എന്നാൽ അവർ നിരന്തരം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അവർ വീഡിയോസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് മൂർച്ഛിക്കുന്നത്. അതായത് ഒരു സൈഡില് പെട്രോളും ഒരു സൈഡില് തീപ്പെട്ടിക്കൊള്ളിയും വരുതിയാൽ എന്തുണ്ടാവും, അത് ആളിക്കത്ത് അത്ര തന്നെ. ഇവിടെ പെട്രോൾ ആയിട്ട് നിന്നിരുന്ന പെൺകുട്ടികളാണ്. അവരെല്ലാവരും വലിയ രീതിയിൽ അലിഗേഷൻസുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അപ്പുറത്തിരുന്ന് തീപ്പെട്ടി വരുത്തിയത് ആരാണ്? ഈ പറയുന്ന ഒലിവിയയുടെ അച്ചു തന്നെയാണ്. പിന്നെ യൂട്യൂബേഴ്സിനെയും യൂട്യൂബേഴ്സിനെ വെല്ലുവിളിച്ചു. അതുകൂടാതെ തന്നെ പെൺകുട്ടികളെയും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കൊണ്ടാണ് അവർ ഇത്രയധികം ബുദ്ധിമുട്ടിലേക്ക് പോവേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട. അപ്പൊ ഇത്രയും വലിയ സ്ഥാപനം, ഇത്ര ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന സ്ഥാപനം ഒറ്റയടിക്ക് ഇവർ പൂട്ടുമോ? സാധ്യത കുറവാണ്. ഒരാളുടെ കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് കൃത്യമായിട്ട് GST പോർട്ടൽ രേഖപ്പെടുത്താതെയും കമ്പനി രജിസ്റ്റർ ചെയ്യാതിരുന്നതിന്റെ ഭാഗവുമായിട്ട് അവർക്ക് ഈ കമ്പനി പൂട്ടേണ്ടി വരും. അതുകൊണ്ട് മുൻകൂട്ടി ഒരു വീഡിയോ ഇട്ട് എസ്കേപ്പ് ആയതാണ് എന്ന് പറയുന്നു. പക്ഷെ ഇതേ അച്ചു തന്നെ പറയുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ GSTയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ കടൽമച്ചാനുമായി കൂട്ടി ഇണക്കിക്കൊണ്ട് എന്നെ പല ആളുകളും പറഞ്ഞു. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ കൃത്യമായിട്ട് ഇവിടെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന് വെറും പേപ്പറിൽ മാത്രം പോരാ, അത് പുറത്തേക്കും കൂടി വേണം. അത് പ്രാബല്യം വരുത്തുകയും അത് നടത്തിപ്പ് ആക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ വന്നതുകൊണ്ടാണ് ആ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അച്ചു എന്ന് പറയുന്ന ഒരാൾ കരഞ്ഞു കാട്ടിയത് കൊണ്ട് ഞാൻ അവരെ എതിർത്ത് പറയണമെന്നൊന്നുമില്ല. കാരണം അവരെ ആത്മഹത്യയെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മുഖാന്തരം ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾ ഇത്രയും അലിഗേഷൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്നുള്ള ചോദ്യം അച്ചു ചോദിക്കുന്നു. അതേ ചോദ്യം എനിക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഇത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, ഇവരെവിടെയാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഇത്രയും ദിവസം അവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ഞാൻ ചോദിക്കണ്ടേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതില് കൺമണി കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. കൺമണി പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് കമന്റുകളിലൂടെ നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വിഷയം ഇനി വലിച്ചു നീട്ടുന്നില്ലേ. ഞാൻ പുതിയ വിശേഷങ്ങൾ ഇതിൽ വരട്ടെ, പുതിയ അലിഗേഷൻസ് വരട്ടെ. അപ്പൊ നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യും. ഒരിക്കലും ഒരു സ്ഥാപനം പൂട്ടിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ സ്ഥാപനത്തോട് കൂടി മുന്നോട്ട് പോകട്ടെ, അവരവരെ തെറ്റിദ്ധരുത്തിയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇത്രയും പെൺകുട്ടികളെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് അവർക്ക് നീതി ലഭിക്കട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നു.